അയോധ്യ വിജയ വഴിയാക്കിയോ എന്ന് വെച്ചാൽ വിജയ വഴിയാക്കിയിരിക്കുന്നു. പക്ഷേ വിജയ വഴിയാകരുത് എന്നുള്ളതാണ് ആഗ്രഹം. ഇതിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇത്രത്തോളം മതവൽക്കരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകില്ല. മുഴുവൻ ഹിന്ദു വിശ്വാസികളുടെയും നേതാവാണ് ഞാൻ. മുഴുവൻ ഹിന്ദു വിശ്വാസികളും മോദിയിലാണ് വിശ്വസിക്കുന്നത് എന്ന രൂപത്തിലാണ് അദ്ദേഹം ഇന്ന് പ്രസംഗിച്ചിരിക്കുന്നത്. അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ ശ്രീരാമ ജ്യോതി തെളിയിക്കണം, ദീപാവലി ആഘോഷിക്കണം, മുഴുവൻ ഹിന്ദുസ്ഥാനും തിളങ്ങണം. ഒരു രാജ്യത്തിനും സംസ്കാരവും പൈതൃകവും മറന്ന് നിൽക്കാനാകില്ല. അപ്പോൾ ഈ സംസ്കാരം പൈതൃകം എന്ന് പറയുന്നത് ക്ഷേത്രം മാത്രമാണോ? 14 മുതൽ 22 വരെ എല്ലാ ക്ഷേത്രങ്ങളിലും, രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും ശുദ്ധീകരണ യജ്ഞം നടത്തണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്, പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ ഈ പറയുന്ന അദ്ദേഹം അവകാശപ്പെടുന്ന മുഴുവൻ ഹിന്ദുക്കളുടെയും മാത്രം പ്രധാനമന്ത്രിയാണോ? രാജ്യത്തെ ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണോ? അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഹിന്ദുക്കളാണോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാനമന്ത്രി വന്ന വിമാനം അയോധ്യയിലേക്ക്, ഈ പറഞ്ഞ അയോധ്യ മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇൻഡിഗോ വിമാനത്തിൽ വരുമ്പോൾ അതിനുള്ളിലെ ജയ് ശ്രീറാം വിളികൾ, അതിനകത്തൊരു മുസ്ലിം ഉണ്ടോ? അഥവാ ഒരു മുസ്ലിം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെ നിൽക്കണമായിരുന്നു? അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റുമോ? പ്രതികരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥിതി? ഇതൊക്കെയുള്ള പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ മുഴുവൻ ഹിന്ദുക്കളുടെ അവകാശവാദം ഉന്നയിക്കുന്നു. ഈ വിധിയുമായി ബന്ധപ്പെട്ട് അതൊരു വലിയ വിജയമാക്കി പറയുന്നു. അതിനു മുമ്പ് 500 വർഷം നിന്നിരുന്ന പള്ളിയെ പൂർണ്ണമായും ഒഴിവാക്കുന്നു. ഈ പറഞ്ഞ മാതിരി അവിടെ ഒരു കോർപ്പറേറ്റ് വൽക്കരണമാണ് നടക്കുന്നത്. ഈ വികസന പദ്ധതികളെല്ലാം തന്നെ പട്ടിണി മാറ്റാനുള്ളതല്ല. ഈ സിലിണ്ടറുകളുടെ കാര്യം പറയുമ്പോൾ 10 കോടി സിലിണ്ടറുകൾ വിതരണം ചെയ്തു. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ സിലിണ്ടർ ലഭിച്ച ആളുടെ മീരാ മഞ്ജുരിയുടെ അടുത്ത് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു വാർത്ത സൃഷ്ടിക്കാൻ ഒരു പേരും ഒരാളും ആവുകയാണ്. നമ്മൾക്ക് ആർക്കും അതിൽ തെളിവില്ല. 10 കോടിയിലെ അവസാനത്തെ ആളാണ്. കേരളത്തിൽ ഒരാളെ കാണിച്ചു തരാമോ? അതാ പറയുന്നത്, അവസാനത്തെ സിലിണ്ടർ കിട്ടിയ ആളാണെന്നാണ് പറയുന്നത്. അവസാനത്തെ സിലിണ്ടർ, ആ സിലിണ്ടർ കിട്ടിയ ആൾക്ക് അടുത്ത സിലിണ്ടർ വാങ്ങാനുള്ള പൈസയുണ്ടോ? ആ സിലിണ്ടർ വാങ്ങാനുള്ള വീട്ടിലെ പട്ടിണി മാറുന്നുണ്ടോ? ഇവിടെ മാൽന്യൂട്രീഷൻ, ഇവിടെ തൊഴിലില്ലായ്മ, ഇവിടെ വിലക്കയറ്റം, ഇതിൻ്റെയൊക്കെ ഇൻഡെക്സ് ഒക്കെ ഇവിടെ നമ്മുടെ മുന്നിലുണ്ടെന്നേ. ഇതൊന്നും പറഞ്ഞ് വോട്ട് മേടിക്കാൻ പറ്റില്ല. ഇപ്പോൾ വിശപ്പിനേക്കാളും നന്നായി വിജയിക്കുന്നതാണ്. വിശന്നാലും വർഗീയത വിജയിക്കും. വർഗീയത വിശ്വാസമല്ല, വിശപ്പിനേക്കാളും വിലയാണ് ഇവിടെ വർഗീയതയ്ക്ക്. ഇത്തിരി പട്ടിണി കിടന്നാലും വർഗീയത പറയുമ്പോൾ അയ്യോ അതിനൊപ്പം നിൽക്കണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരെ വിറ്റ് കാശാക്കിയാണ് ചെയ്യുന്നത്. അത് വിജയിക്കുമെന്നാണ് പറയുന്നത്. ഇതിലേറ്റവും നിസ്സഹായമായ അവസ്ഥ അപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ് എന്താണ് മിണ്ടാത്തതെന്നുള്ളതാണ്. കോൺഗ്രസിന് മിണ്ടാൻ സമയമായിട്ടില്ലത്രേ. ഇവിടെ AICC ജനറൽ സെക്രട്ടറി കേരളത്തിൽ വന്നല്ലോ. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരക്ഷരം മിണ്ടരുത്, പരസ്യ പ്രസ്താവന നടത്തരുതെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. UP-ക്ക് പുറമെ ബീഹാർ, ഗുജറാത്ത് കോൺഗ്രസ് ഘടകങ്ങളും പറയുന്നു അവിടെ പോകണം. അവിടെ പോയില്ലെങ്കിൽ എന്താ, അത് മുഴുവൻ മോദി കൊണ്ടുപോകുന്നു. മോദിയാണ് അവിടെ ക്ഷേത്രം അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്, RSS ആണ് നടപ്പാക്കാൻ. അവിടെ പോയി കോൺഗ്രസ് എന്ത് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്? അവിടെ പോയി ഏത് വോട്ടാണ് അവർക്ക് കൂടാൻ പോകുന്നത്? പ്രതിപക്ഷ MLA പോലിരിക്കും. അതെ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് അത് എന്ന് മനസ്സിലാക്കുമെന്ന് അറിയില്ല. 22-ാം തീയതിക്ക് മുൻപ് ഏത് ദിവസം അത് പ്രഖ്യാപിക്കുമെന്ന് അറിയില്ല. ഇനി ഏത് നേതാവ് പോകുമെന്ന് അറിയില്ല. നിസ്സഹായാവസ്ഥ, ഈ പറഞ്ഞ പോലെ ഇതെല്ലാം എന്താ പറയാ, ഇത് ഇപ്പം നടക്കുന്ന അവസ്ഥയാണ്. ഇതിലൊന്നും ആശങ്കപ്പെടാനോ ദുഃഖിക്കാനോ ഭയപ്പെടാനോ ഒന്നുമില്ല, ഞെട്ടാനൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഇന്ത്യ, ഇതാണ് വർത്തമാനകാല ഇന്ത്യ. സ്വാഭാവികവൽക്കരിക്കപ്പെട്ടു, ഈ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ്. പാർലമെന്റിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പ്രതിപക്ഷമില്ലാത്ത അവസ്ഥ. ഈ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഇനിയും മുന്നേറി വിജയ വഴിയിലേക്ക് പോകുമ്പോൾ അപ്പുറത്ത് മിണ്ടാതെ, അല്ലെങ്കിൽ അതേ മുദ്രാവാക്യം ഏറ്റെടുത്ത് പറയാനാണോ ഇവിടെ കോൺഗ്രസ് ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. നെഹ്റുവിൻ്റെ കാലത്തെ ചരിത്രം ഓർക്കേണ്ടതുണ്ട്, അല്ലേ? കോൺഗ്രസ് പ്രതിരോധത്തിലാവുന്ന ഘടകമുണ്ട്. ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതിരോധത്തിലാവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത് തിരുത്താനുള്ള അവസരമാണ്. Meet the editors.